ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ട്രൂ ഇൻറ്റൻഷൻ അബൌട്ട് യു ഗൈസ്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ട്രൂ ആയിട്ടുള്ള ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളെ വെച്ച് എന്തൊക്കെ കാണിക്കാം, എന്തൊക്കെ ചെയ്യാം, നിങ്ങളെങ്ങനെയൊക്കെ യൂസ് ആക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്, അതോ ആത്മാർത്ഥമായിട്ടാണോ എന്ന് നമുക്ക് അറിയാം. ദെയർ ട്രൂ ഇൻറ്റൻഷൻ. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് വരാം. വേറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അഗെയിൻ പറയുന്നില്ല. ഓക്കേ. Their true intention about you guys. Their true intention. Their true intention.
ഫസ്റ്റ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് കാർഡും കൂടി നമുക്ക് എടുക്കാം. നമുക്കെല്ലാം എടുത്തിട്ട് പറയാം. ദാറ്റ്സ് മേക്ക് മോർ ഹാപ്പി അല്ലേ? നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതോ ഓരോന്നായിട്ട് എടുത്ത് പറയണോ, എല്ലാം എടുത്ത് വെച്ചിട്ട് പറയണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓഡിയോ ഒന്ന് അടിച്ചിട്ട് ഓഡിയോ ഒന്ന് കാണാനുള്ളവർക്ക് എല്ലാം എടുത്തിട്ട് ആയിരിക്കും ഇഷ്ടം. പക്ഷെ അങ്ങനെയുള്ളൊരു കാര്യമല്ല ഞാൻ ചോദിച്ചത്. പൂർണ്ണമായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവരിൽ ഇങ്ങനെ എല്ലാം എടുത്തു വെച്ച് കാണുന്നതാണോ അതോ ഓരോന്നെടുത്ത് വെച്ച് ഓരോന്ന് വയസ്സ് പറയുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്, ദെയർ ട്രൂ ഇൻറ്റൻഷൻ അബൌട്ട് യു ഗൈസ്. നിങ്ങളെ പറ്റിയിട്ടുള്ള അവരുടെ ട്രൂ ആയിട്ടുള്ള ഇൻറ്റൻഷൻസ്, അവരുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ ഇൻറ്റൻഷൻസ് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുത്തിരിക്കുന്ന ഫസ്റ്റ് കാർഡാണ് ക്യൂൻ ഓഫ് കപ്സ്. അതായത് നിങ്ങളുടെ ഓർമ്മകൾ ഈ പറയുന്ന വ്യക്തിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഈ ഒരു കാർഡ്. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള മെമ്മറീസ്, നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ള വാക്കുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഇന്നത് നടക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, ദാറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെ ആസ്ഥാനമാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് തന്നെ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥ, നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ, അതാണ് ഈ ഒരു കാർഡിൽ. ഒരു കണിക പോലും ബാഡായിട്ടുള്ള ഒരു അംശം ഈ ഒരു കാർഡ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളെ അവർ ഈ റീഡിങ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരെയും, നിങ്ങളെ മെഡിറ്റേഷനൊക്കെ കണ്ട് വളരെ പെർഫെക്റ്റായിട്ട് കണ്ട് വന്നിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഗൈസ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു കെയർ, ആ ഒരു അഫെക്ഷൻ, ഇതൊന്നും തന്നെയും വെറുതെ നിസ്സാരവൽക്കരിക്കാനോ മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് വേണ്ട എന്ന് വെക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇത് മാറ്റിവെക്കാനോ ഒന്നും ശ്രമിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല. നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ദാറ്റ്സ് ട്രൂ ഗൈസ്. വളരെ ട്രൂ ആയിട്ടുള്ള, വളരെ വ്യക്തമായിട്ടുള്ള ഇൻറ്റൻഷൻസ് ആ വ്യക്തിക്ക് നിങ്ങളെ പറ്റിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ട്രൂ ഇൻറ്റൻഷൻ, നിങ്ങളെ വെച്ചിട്ട് അവരെന്ത് യൂസാക്കാനാണ് അവരാഗ്രഹിച്ചതെന്ന് വെച്ചാൽ, നിങ്ങളെ അവരുടെ ബേസാക്കി നിർത്തിക്കൊണ്ട്, അവർക്കൊരു ഫൗണ്ടേഷനാക്കി നിർത്തിക്കൊണ്ട് നിങ്ങളെ പടുത്തുയർത്തി കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ദാറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങളെ ഒരു വലിയ ആൽമരമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ചെടി വളർത്തണം, വെള്ളമൊഴിച്ച് കൊടുത്ത് ചെടി വളർത്തണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങളെ ഒരു ഫൗണ്ടേഷൻ ആക്കുക. ഏത് വീടിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ തറയാണ്, തറകെട്ടലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ കോരുക എന്നൊക്കെ പറയുന്ന സംഭവം. തറകെട്ടൽ, നമ്മളുടെ കരിങ്കല്ലൊക്കെ വെച്ച് നമ്മുടെ തറ കെട്ടുന്നതിനെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആ അടിത്തറ വളരെ പെർഫെക്റ്റായിട്ട് അവർ ചെയ്തില്ലെങ്കിൽ
ആ വീടിന് പല പ്രശ്നങ്ങളും സംഭവിക്കും. അടിത്തറയെ കെട്ടുന്നതിൽ എന്താ പറയുക, കാര്യമായ രീതിയിൽ ചേഞ്ചൊക്കെ വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാഭം നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് അടിത്തറ വൃത്തിയായില്ലെങ്കിൽ ആ വീട് പിന്നെ എന്തിന് കൊള്ളാം നിങ്ങൾ തന്നെ പറയും. സോ അതുപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളെ ഒരു ബെസ്റ്റ് ആൻഡ് പ്യുവർ ഫൗണ്ടേഷൻ ആക്കുക. ആ ഒരു ഫൗണ്ടേഷൻ കെട്ടിപ്പൊക്കിക്കൊണ്ട് നിങ്ങളെ അവരോടൊപ്പം കൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അവർ കരിയർ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട, അവരുടെ പ്രൊഫഷൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഫോക്കസ് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു അറ്റൻഷൻ തരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അത് തിങ്ക് ചെയ്യുക. അവരവരുടെ പ്രൊഫഷൻ്റെ പിന്നാലെയാണ്, അവരവരുടെ കരിയറിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ശ്രദ്ധ കുറവായിരിക്കും, അല്ലെങ്കിൽ എന്നിലേക്ക് കുറച്ച് ശ്രദ്ധ കുറവായിരിക്കും, അത് വിചാരിച്ചിട്ട് നീ എന്നോട് മിണ്ടുന്നില്ല, നീ എന്നോട് പറയുന്നില്ല, എന്നെ അടുത്ത് ചാറ്റ് ചെയ്യുന്നില്ല, എന്നോട് മെസ്സേജ് അയക്കുന്നില്ല, ആൻഡ് ഈവൻ എന്നെ വിളിക്കുന്ന പോലുമില്ല. സോ അവർ ശ്രദ്ധിക്കുന്ന എന്താ? അവരുടെ ഇൻറ്റൻഷൻ എന്താ? അവിടെ നിങ്ങളെ ഒരു ഫൗണ്ടേഷനാക്കി നിർത്തിക്കും. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വേണം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ കുറേ പേർക്ക് മനസ്സിലായി എന്തോന്ന് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങളിവിടെ ഉണ്ടാവണം എന്ന് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്ത് തീർക്കണം. പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അവർക്കതിനെപ്പറ്റി ആലോചിക്കാനോ ഇതിനുള്ള സ്ട്രെങ്തോ അവർക്ക് കിട്ടില്ല. അതിനർത്ഥം നിങ്ങളോട് അവർക്ക് സ്നേഹമില്ല എന്നാണോ അർത്ഥം? നിങ്ങളുടെ സാന്നിധ്യം അവർക്കിവിടെ വേണം. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ. മനസ്സിലായോ? നിങ്ങളില്ലാതെ ഏറ്റവും സെഡ് അവരുടെ ലൈഫിൽ ഒരു കാര്യവും നടക്കില്ല. ദാറ്റ്സ് അവർ ട്രൂ ഇൻറ്റൻഷൻ. അതായത് അതിൻ്റെ ഒരു ഇതാണ്, അവർ നിങ്ങളില്ലെങ്കിൽ അവർ സ്വയം അവരുടെ കൈയും കാലും കണ്ണൊക്കെ കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. നിങ്ങളുണ്ടെങ്കിൽ അവർ ഭയങ്കരമാണ്, ഹാപ്പിയാണ്, സെലിബ്രേഷൻ മോഡാണ്, വളരെ വളരെ ഫാസ്റ്റ്ലി ഗ്രോയിങ് ആണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർ വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോയിങ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ട്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യലി വളരെ ഗ്രോണപ്പ്, പെട്ടെന്ന് തന്നെ ഗ്രോണപ്പ് ആവുന്നു. അവർ കുറേ കാര്യങ്ങൾ ഏൺ ചെയ്യുന്നു, ഒരു സ്റ്റാർ പൊസിഷനിലെത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ ഭരിക്കാനും കമാൻഡ് ചെയ്യാനുള്ള പൊസിഷനിൽ അവരെത്തുന്നു. അതൊന്നും ചുമ്മാതല്ല, ചില്ലറയല്ല. നിങ്ങളെ അടിത്തറയാക്കി നിർത്തിക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അവർ ഗ്രോ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളടുത്ത് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാതെ പോകുമ്പോഴേക്കും നിങ്ങൾ പ്രശ്നങ്ങളായി, ടെൻഷൻസായി, പ്രതിസന്ധികളായി, കരച്ചിലായി, പിഴിച്ചിലായി. നോ, ദ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, വൺ ഓഫ് ദി മോസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കാര്യത്തിലും അവരുടെ ലൈഫിൽ എന്തിനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് കൂടെ വേണം എന്ന് വിചാരിച്ച് ഇത് ടോക്സിക് റിലേഷൻഷിപ്പിനെ ഞാൻ പറയുന്നില്ല. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഏതാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മൂൺ ഗോഡസ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പോയി കാണുക. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ ചാനലിൽ വന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ. നിങ്ങളെ സപ്പോർട്ടീവായിട്ട് നിർത്തുക. അവരുടെ അടുക്കൽ നിങ്ങൾ സപ്പോർട്ടീവായിട്ട് ഉണ്ടാവും. ഒരു വിളിക്കപ്പുറം നിങ്ങൾ ഉണ്ടായിരിക്കണം. അവരവരുടെ കരിയറിൻ്റെ പിന്നാലെയാണ്, അവരുടെ ലൈഫിൻ്റെ പിന്നാലെയാണ്. അവരുടെ ലൈഫ് വളരെ മെച്ചറായിട്ടുള്ള രീതിയിൽ പാകപ്പെടുത്തി എടുക്കുന്ന അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് അവർ. മനസ്സിലായ? പണിപ്പുരയിലാണ്. അപ്പോൾ അതിൻ്റേതായ ചില ശ്രദ്ധക്കുറവുകളൊക്കെ ഉണ്ടാകും. ഒന്ന് ക്ഷമിച്ച് കളഞ്ഞേക്കുക. നമ്മുടെ ലൈഫല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ചാനലുണ്ട്. 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നു എന്നും നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും പേരും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ.